ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം കുറേ ദിവസങ്ങളായി ഞാൻ നാളെ ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം അന്നത്തെ ദിവസം ഒരു രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. 11 മണി 12 മണി ആ ടൈമിൽ ഞങ്ങൾ പോകാൻ നിൽക്കാൻ കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് തമിഴിനൊപ്പം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഏട്ടൻ്റെ അനിയനെ കൂട്ടാൻ വേണ്ടിയിട്ട് കൊച്ചി എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം മനസ്സിൽ വിചാരിച്ചതാണ്, ഇത് നാളെ തന്നെ ഏറിപ്പോയ മറ്റന്നാൾ തന്നെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ, ഇത് നാളെ എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടു പോയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസത്തോളം ആവാനായിട്ടുണ്ടാവും. ഈ വീഡിയോ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു തലയിണൊക്കെ പിടിച്ചാണ് പോകുന്നത്. രാത്രി ആയതുകൊണ്ട് ഭരതമോൻ ഉറക്കി കിടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നല്ല പാട്ടൊക്കെ വെച്ച് ആഘോഷിച്ച് പോവാണ് കേട്ടോ. ഏകദേശം കഴിഞ്ഞ കൊല്ലം ഇതേ മാസം ഇതേ ദിവസമല്ലെങ്കിലും മാർച്ച് 12, 11 ആ ഒരു ഡേറ്റിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു പോക്ക് പോയത് കേട്ടോ. അന്ന് കാറിൽ അജയേട്ടനും ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അന്ന് എല്ലാവരുടെ മനസ്സിലും ഭയങ്കര വിഷമത്തോടെയൊക്കെ ഒരു യാത്രയായിരുന്നു അത്. എന്നാൽ ഇന്ന് ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ്. കാരണം ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമ്മൾ അജയേട്ടൻ ഇങ്ങോട്ട് വരാൻ പോവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ എന്തായാലും ഇപ്പോൾ കാണാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോവാണ് കേട്ടോ. ഏകദേശം മാർച്ച് 30 ആ ഒരു ടൈമിലായിരുന്നു ഗൈസ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ 31 ഏകദേശം ഒരു രാവിലെ പുലർച്ചെ സമയത്താകുമ്പോഴത്തേക്ക് അജയേട്ടൻ അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിതെല്ലാവരും കൂടെ തന്നെ ഇങ്ങനെ ആർമാദിച്ച് പോവാണ്. അങ്ങനെ അവിടെ പോയി പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നു, കുറച്ച് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു പെട്രോൾ പമ്പിൽ വണ്ടി സൈഡാക്കി എല്ലാവരും പോയി ഒന്ന് ഫ്രഷ് ആയി. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചതാണ് കേട്ടോ. അപ്പോൾ വലിയ ആർഭാടമൊന്നും ഇല്ലാണ്ട് മുഖമൊക്കെ കഴുകി വന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോൾ വന്നതിന് ശേഷം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നല്ലൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. ഡ്രൈവർക്ക് അത്ര ഉറക്കക്ഷീണമൊന്നുമില്ല, നല്ല ഉഷാറാണ്. അനിയനെ കാത്തിരിക്കുന്ന ഒരു വരവേൽപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പായതുകൊണ്ട് ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു മയക്കൊക്കെ കഴിഞ്ഞിട്ട് പ്ലെയിൻ ഇപ്പം വരുമോ എന്നൊക്കെ വിചാരിച്ച് കോൾ വരട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഉടക്കപ്രാന്ത് ഉണ്ടെങ്കിലും മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ ഭരതമോൻ വരെ പാപ്പം വരുന്നതിൻ്റെ ആകാംക്ഷയിൽ ഇതാ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൾ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവൻ എനിക്ക് ഉമ്മയൊക്കെ തന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവൻ അവിടെ നിന്ന് ഓടി കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനും ഭരതമോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. സമയം പോക്കണമായിരുന്നു. കാരണം അജയേട്ടൻ കോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ അങ്ങനെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് അങ്ങനെ പാർക്ക് ചെയ്തിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ കുറച്ച് കാറിൻ്റെ അവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഏട്ടൻ അവിടെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ സ്റ്റൈലൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ കോൾ വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എയർപോർട്ടിൻ്റെ വേറൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അജയേട്ടനെ കൊണ്ടാക്കുമ്പോഴും ഇതേ ഭാഗത്ത് ഞങ്ങൾ പാർക്ക് ചെയ്ത ഓർമ്മയൊക്കെ ഞങ്ങളിങ്ങനെ പുതുക്കിയെടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നേരെ ഞങ്ങളിതാ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഗൈസ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? ഞാൻ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ അവിടെ പോകുന്നത്. ഒന്ന് അജയേട്ടനെ കൊണ്ടാക്കാനും പോയി, ഒന്ന് കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇനി പോകുമെന്ന് അറിയില്ല. എന്തായാലും ഇതാ ഞങ്ങൾ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അജയേട്ടൻ പുറത്തിറങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. ഏകദേശം ഒരു 1 ഇയറിൻ്റെ ഗ്യാപ്പിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇവരിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സാരഥിയെ. അവിടെ ഞങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ത്രില്ലാണ്. ഇവരുടെയൊക്കെ മുഖത്ത് നിങ്ങൾക്ക് സന്തോഷം കാണാമല്ലോ കേട്ടോ. അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഭരതമോന് ഒരു പരിചയക്കുറവ് ഉണ്ടായിരുന്നില്ല. പാപ്പനെ കണ്ടതും അവൻ വേഗം കയറി ഭയങ്കര വർത്താനാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ പാപ്പനോട് ഓരോന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇന്ന് വരെ അവൻ ഭയങ്കര പാപ്പൻ്റെ മോനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഗൈസ്. അങ്ങനെ ഏട്ടൻ അനിയൻ്റെ ലഗേജൊക്കെ കയറ്റുന്ന തിരക്കിലാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാറിലേക്ക് കയറാൻ വേണ്ടി അവനത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാപ്പനും. അവൻ ഭയങ്കര ത്രില്ലാണ്. അവന് വേണ്ടി പാപ്പൻ ഒരു പ്രത്യേക സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് അടിപൊളി ഒരു ഫോണൊക്കെ കൊണ്ടുവന്ന് അമ്മയും ഹാപ്പി ആയിട്ട് അത് എയർപോർട്ടിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും വണ്ടി കയറിയിട്ട് വീണ്ടും ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ 6 പേരും കൂടെ കാറിൽ ഒരുമിച്ച് യാത്ര പോവുകയാണ് ബേപ്പൂരേക്ക് തന്നെ കേട്ടോ. അങ്ങനെ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ ബേപ്പൂരിലേക്ക്, നമ്മുടെ സ്വന്തം കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ശേഷം പുലർച്ചെ ആയിട്ട് പോലും നമ്മുടെ ഭരത് മോൻ പാപ്പനെ കണ്ട ത്രില്ലിൽ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം പാപ്പൻ്റെ മടിയിൽ തന്നെ ഇരുന്നിട്ട് കഥ പറച്ചിലും ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ അവൻ. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടതല്ലേ, ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കാറിലിരുന്ന് കഥ പറയാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളൊരു ടീ സ്റ്റാളിൽ കയറിയിട്ട് അവിടെ എന്താ ബന്നും ചായയും മുട്ടയും അങ്ങനെ എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അജയേട്ടന് ആക്ക് മൊത്തം ഒന്ന് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പനിയൊക്കെ ഉണ്ടായപ്പോൾ അത്യാവശ്യം ഒന്ന് മെലിഞ്ഞൊക്കെ പോയി. അങ്ങനെ നല്ലൊരു ചായയും കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. ഏകദേശം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോരാണ്. അപ്പോഴേക്ക് ഭരത്തുമോൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മളെ തൃപ്രയാറുള്ള അമ്പലമൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലം ഇങ്ങനെ വ്യൂ കാണുന്നത്. അങ്ങനെ പിന്നെ അജയേട്ടനെ ബാക്കോട്ടിരുന്നു, അച്ഛൻ മുന്നോട്ടിരുന്നു, അങ്ങനെ മാറി മാറി ഇരുന്നു കേട്ടോ. അങ്ങനെ ഭരത്തുമോൻ എണീറ്റ് പിന്നെയും പാപ്പൻ്റെ മടിയിൽ തന്നെ എത്തി കേട്ടോ. അങ്ങനെ ഇതാ ഓരോ യാത്രയും നമുക്ക് ഓരോന്നിങ്ങനെ പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ തരുമെന്ന് പറയുന്നത് ശരിയാണല്ലേ. അപ്പോഴാണ് നമ്മുടെ ഭാരതപ്പുഴ കണ്ടത് കേട്ടോ. ഭാരതപ്പുഴ ശരിക്കും വറ്റിപ്പോയില്ലേ. വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമ്മളൊരിക്കും അയ്യോ വറ്റിപ്പോയില്ലേ, ശരിക്കും കാണുമ്പോഴാണ് നമുക്ക് അയ്യോ അവിടെ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ വാങ്ങിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പ്ലേറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കാറൊക്കെ സൈഡാക്കി ഹോട്ടലിലൊന്നും കയറാൻ നിന്നില്ല. നമുക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പൊറോട്ട മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്ന അടിപൊളി ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം ഇലയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ പ്ലേറ്റ് കഴുകേണ്ട പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ കുപ്പിയും വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സമയത്താണല്ലോ ഞങ്ങൾ പോവുക, അതുകൊണ്ടാണ് കേട്ടോ. ഏട്ടൻ എന്തോ പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാട്ടിയതാണ് കേട്ടോ ഞാൻ ഗൈസ്. അങ്ങനെ ഇതാ ഭരത്തുമോൻ അവിടെ നിന്നൊരു പൂവൊക്കെ പറിച്ചിട്ട് പാപ്പനെ ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, പെരുന്നാളായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ അജിയേട്ടനെ കൂട്ടി വരുന്ന വയ്ക്കുക. അങ്ങനെ ഓരോ വരുന്ന വഴിയിലും ഓരോ പള്ളീൻ്റെ മുന്നിൽ നിന്ന് മലപ്പുറമൊക്കെ എത്താനായപ്പോൾ നമുക്ക് പായസവും ചായയും ബിസ്ക്കറ്റും ഒക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മളെ വണ്ടി കൈ കാണിച്ച് സൈഡാക്കി നമുക്കിതൊക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഏകദേശം ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അജയേട്ടൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അജയേട്ടൻ വരുമ്പോൾ ഇവിടെ വലിയ മാറ്റങ്ങളാണ്. അജയേട്ടൻ പോകുമ്പോൾ നമ്മുടെ റോഡ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, റോഡിൻ്റെ പണി നടക്കായിരുന്നു, പിന്നെ ഗേറ്റിലായിരുന്നു വീടിൻ്റെ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. വീടെത്തി വീഡിയോ കോളിലൂടെ ആണല്ലോ എപ്പോഴും ഇങ്ങനെ ഫുള്ളും കാണുന്നത്. വീടെത്തിയിട്ട് വേഗം ചുറ്റിയൊക്കെ നോക്കിയതിന് ശേഷം വലത് കാല് വെച്ച് വീട്ടിലേക്ക് കയറി കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കായിരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മെയിനായിട്ട് നമ്മളെ റോഡ് ഗേറ്റ് അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഭയങ്കര ത്രില്ലിലാണ് പുതിയ ഫോണൊക്കെ കിട്ടിയതിൻ്റെ. അങ്ങനെ എന്താ ലഗേജൊക്കെ കയറ്റി ഇനി നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ഇതാ അജയേട്ടൻ്റെ ലഗേജൊക്കെ ഇറക്കുന്ന തിരക്കിലാണ് കേട്ടോ. പെട്ടിയൊക്കെ ഒറ്റയ്ക്ക് പൊന്തിക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടപ്പോൾ ഞാനാണ് ഇത് ഒറ്റയ്ക്ക് പൊന്തിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ബൈ ഗൈസ്, വീണ്ടും കാണാം.